നമസ്കാരം. അതായത് നമ്മുടെ പപ്പുമോൻ എന്ത് ചെയ്തു? പിന്നീട് നൂറയുടെ വൈറൽ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നാ പറയുന്നത്. ഇതൊരു കുൽസിതം പറയണം അത് ലാസ്റ്റേ പറയുള്ളൂ. പക്ഷെ ചിലർക്കൊന്നും ഈ കുൽസിതം ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല. സ്വന്തം പപ്പുമോനും കൂടി ആകുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടൂല. നമ്മളിതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇതെല്ലാം മൂടി വെക്കണം. ഇങ്ങനെയുള്ള കുൽസിതങ്ങൾ അവരെന്തോ ചെയ്തോട്ട് നമ്മൾ മൂടി വെക്കണം എന്നാണ് നമ്മുടെ ഉടപ്പുറന്നോള് പറയണത്. എന്നാലും ഉടപ്പുറന്നോള് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മറുപടി മസ്റ്റ് ആണല്ലോ. കുറെ ഉണ്ട്, ഒരു ലോഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വരെ എനിക്ക് റിവ്യൂ കൂടി ചെയ്യണം. ഒരു ചെറിയൊരു ഗ്യാപ്പ് വരൂ, ഒരു ദിവസത്തെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് റിവ്യൂ ഇട്ടിട്ട് ബാക്കി ഇടായിരുന്നു. എങ്കിലും തന്ന സ്ഥിതിക്ക് മറുപടി കൊടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യും. ഓ, ഞാൻ തന്നെ ഇവിടെ പുറത്തുള്ള സ്നേഹത്തോടെ വിളിക്കുന്നത്. തെറ്റിദ്ധരിക്കുന്നത് സ്നേഹത്തോടെയാണ്. അയ്യോ, വീഡിയോ രാജപ്പൻ വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സത്യം പറയാം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ജനങ്ങളെ. പറയണം. ഇത് കേട്ടപ്പോ ഞാൻ വെച്ച് എന്തോ സംഭവം കിട്ടി പറയാൻ പോണെന്നാ ഞാൻ കരുതിയത്. പറയൂ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്ത് കാര്യമാണ്? എന്റെ വല്ല കുൽസിതം വല്ല അറിഞ്ഞോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പ്രേക്ഷകരെ, കുറച്ച് കാര്യങ്ങൾ കമന്റ് ബോക്സ് ഓണാക്കാൻ. കമന്റ് ബോക്സ് ഓണാക്കാൻ അതെന്തോ ഒരു ജാലിയതാ. എന്തോ അവിടെ വേച്ച് കെട്ട് കമന്റ് ബോക്സ് ഓണാക്കി. ഇപ്പോഴും പറയുന്ന ചുണയുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ കമന്റ് ബോക്സ് ഓണാക്കി വെയ്. നീ വെക്കത്തില്ല. നീ കമന്റ് ബോക്സ് ഓണാക്കി ഇട്ടത് ഫേസ്ബുക്കിൽ നീ ഒരു കമന്റ് ബോക്സ് ഓണാക്കിയിട്ട് അതിൽ വന്ന തേറി മൊത്തം നീ പറഞ്ഞു ഫലിപ്പിക്കുന്ന കള്ളങ്ങളെല്ലാം പ്രേക്ഷകർ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. അടുക്കി ഓരോന്നായിട്ട് അടുക്കി വെച്ചു. ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. അടുത്ത തരാം. ഇതിനകത്തിട്ട് ഇതങ്ങ് 4 മണിക്കൂർ പോകും. അത് ഒരു വീഡിയോ, ഒരു 10-20 വീഡിയോയുടെ ഉള്ള സാധനമുണ്ട്. നീ എന്താണ് ഇവിടെ കിടന്ന് പറയുന്നത്? നീ പറയുന്ന കള്ളങ്ങളെല്ലാം കമന്റ് ബോക്സ് ഓൺ ആക്കി വെച്ചാലേ നീ പറയുന്ന കള്ളങ്ങൾ പ്രേക്ഷകർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. പ്രേക്ഷകർ നിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെല്ലാം പി ആറുകൾ. ഓ, താങ്കൾ മാത്രമേ ഉള്ളൂ പി ആർ അല്ലാത്ത. അതായത് സ്വന്തമായി അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകർ വന്ന് എവര് കാണിക്കുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോ അവര് പി ആർ എന്നാ പറയുന്നത്. മനസ്സിലായോ? ചങ്കുറപ്പില്ല, നട്ടല്ലില്ല. ഈ പറയുന്ന നട്ടാ കുരുക്കാത്ത കള്ളം, ഇന്നും വന്ന് പറഞ്ഞു ഫലിപ്പിച്ച കള്ളങ്ങള്. എന്റെ അമ്മ, ഒരു സാധനം പോലും ഞാൻ പൊളിച്ചെടുക്കി തരാം. ഒരു സാധനം പോലും സത്യം പറഞ്ഞിട്ടില്ല. ഇമാതിരി കള്ളി, ഭൂലോക കള്ളി, ലോക കള്ളി. ബാക്കി കമന്റ് ബോക്സ് ഓണാക്ക്. നീ ഓണാക്ക്. മനസ്സിലായ? കമന്റ് ബോക്സ് ഓണാക്കിയിട്ട് ചങ്കൂറ്റത്തോടെ നേരിട്. ഈ കള്ളം പടച്ചു വിടാതെ ചങ്കൂറ്റത്തോടെ നേരിട്. കമന്റ് ബോക്സ് ഫേസ്ബുക്കിൽ ഓണാക്കിയിട്ടില്ലേ? അതിലുണ്ട് നിനക്കുള്ള മറുപടി. അതിലുണ്ട്. എന്റെ പ്രേക്ഷകരുടെ റെസ്പോൺസ് അറിയണമെങ്കിൽ തനിക്കെതിരെ ഞാൻ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, 3 മണിക്കൂറിൽ 1.5 ലക്ഷം, എനിക്ക് 1.5 ലക്ഷം ഹൈപ്പാണോ കിട്ടിയത്? ഞാനിട്ട വീഡിയോ ഇട്ടപ്പോ താങ്കൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. അത്ര അറിഞ്ഞാൽ മതി. ഇനി എന്റെ പേരിട്ട് റീച്ച് കിട്ടുന്നില്ല എന്ന് പറയരുത്. രായപ്പ എന്നുള്ള ഒരു പേരിട്ടപ്പോ ഉടപ്പുറങ്ങൾക്ക് റീച്ച് ഉണ്ടായില്ല, അത്ര മാത്രം കേട്ടാൽ മതി. പിന്നെ ഹൈപ്പിന്റെ കേസ്, ഞാൻ ഇതുപോലെ താങ്കളെ പോലെ വന്നിട്ട് തെണ്ടാറില്ല. അയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്ന് ഞാൻ തെണ്ടാറില്ല. ആണ്ടിലോ ആവണിക്കോ വന്ന് ഞാൻ പറയും ഒന്ന് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് പറയും എനിക്കൊന്ന് സബ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ. ഇപ്പൊ ഞാൻ പറയുന്ന ഈ വീഡിയോയിൽ കാരണം താങ്കൾ ഹൈപ്പ്, അയ്യോ കാരണം ഇങ്ങനെ തെണ്ടയില്ല, തരൂ ഹൈപ്പ് തരൂ, ലൈക്ക് തരൂ, ഷെയർ ചെയ്യുന്നത് ഞാൻ പറയാറില്ല. പറഞ്ഞതിന് എന്നെങ്കിലും സബ്സ്ക്രൈബ് ആയനെ. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നു, ഞാൻ പറയുന്നതിൽ അങ്ങനെയുള്ളവർ മാത്രം തന്നാൽ മതി. ഞാൻ പറയുന്നതിൽ എന്റെ കൂടെ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നതാണ് ന്യായമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഈ പറയുന്ന കമന്റ് വിടണം. കമന്റ് ഇട്ടാൽ ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ തെറിയാണെങ്കിൽ തെറി എന്ത് വേണോ വിളിച്ചോ. മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറയുന്നു, ഇനി നോക്കട്ടെ. മനസ്സിലായോ? ഇതിൽ പല ഒരു ഫീഡ്ബാക്ക് എനിക്ക് എന്ത് കിട്ടണം? 3 മണിക്കൂറിൽ 3000 ലൈക്കാണോ എനിക്ക് കിട്ടിയത്? 90,000 പേര് ഓടിയ സാധനത്തിൽ 3 മണിക്കൂറിൽ 3000 ഉള്ളിവ ലൈക്ക്. അപ്പൊ ബാക്കി വരുന്ന 77,000 പേര് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ്. ഡിസ്ലൈക്ക് എത്രയെന്ന് പറ. ഞാൻ ഇട്ട വീഡിയോ 4 മണിക്കൂറിൽ വെറും നമ്മളെ കുഞ്ഞു ചാനലായിട്ട് 30,000 പേരെ കണ്ടോളൂ. അതിൽ എനിക്ക് 2000 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? 30,000 പേരെ കണ്ടോളൂ. എനിക്ക് 2000 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. 1900 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ലൈക്ക് പറഞ്ഞില്ല,
ഞാനിത് പറയിപ്പിച്ച് ചെയ്യുന്നതല്ല, ഇത് മനസ്സറിഞ്ഞിടുന്നവരാണ്. ഞാൻ പറയിപ്പിച്ച് ഞാൻ ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം എന്റെ വീഡിയോയിൽ ഈ ഹൈപ്പ് എന്ന് പറഞ്ഞ സംഭവം വന്നതിന് ശേഷം എന്റെ വീട്ടിൽ ഒരു തവണ പോലും ഹൈപ്പ് എന്നുള്ളൊരു വാക്ക് പറയുന്നത് ആദ്യമായിട്ടാണ്. ഇന്ന് ഞാൻ പറയുന്നു, ഇതിന് ലൈക്കും അടിക്കണം, ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നതിനെ യോജിക്കുന്നതിന് മാത്രം സബ്സ്ക്രൈബും ചെയ്യണം, ഈ പറയുന്ന ഹൈപ്പ് കൊടുക്കണം. താങ്കളുടെ സബ്സ്ക്രൈബ് താഴോട്ട് വരുന്നതായിട്ട് പ്രതീതിയാവുന്നു. താഴോട്ട് അടുത്ത് സന്തോഷം എനിക്ക് എന്താ ഉള്ളതോ? എനിക്ക് സമാന എന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറച്ച് ലൈക്കും ഹൈപ്പും കുറച്ച് വ്യൂസും കിട്ടിയാലും ഇപ്പൊ വ്യൂസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങ് തറയിലാണ് വ്യൂസ്. താങ്കളുടെ വ്യൂസ് അനുസരിച്ച് നമ്മൾ പണ്ടേ പാവപ്പെട്ടവരാണ്, നമ്മൾ കുറച്ച് വ്യൂസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഈ സംഭവം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിനെ കാട്ടി വ്യൂസ് ഉണ്ടാക്കിയെന്നെ. എന്റെ കൂടെ ജനങ്ങളുണ്ടോ? മനസ്സിലായ? ഈ ജനങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടരുത് എന്ന് കരുതിയാണ് എന്റെ അടുപ്പുറന്നുള്ള അവിടെ പിന്നെ കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇട്ടിരിക്കുന്നത്. ചുണയില്ലടേ, ചങ്കൂറ്റമില്ല ഈ കിടന്ന കള്ളം, പച്ച കള്ളം, എന്റെ അമ്മോ നട്ടാ കുരുക്കാത്ത കള്ളം വിളിച്ചു പറയാനല്ലത്. എന്തൊന്നും സ്ത്രീയാണിത്? നിനക്ക് നാണമുണ്ടോ? മാനം ഒരു ഉറുപ്പുണ്ടോ ഇങ്ങനെ കള്ളം വിളിച്ചു പറയാൻ? ഇതുപോലെ ഒരു കള്ളിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളെ പോലെ ഫാൻസ് PR താഴെ വന്നിട്ട് പൈസ കൊടുത്ത് കമന്റ് ചെയ്ത് നിങ്ങളൊക്കെ ഇങ്ങനെ കുളിര് കൊണ്ടിരിക്കുകയല്ലേ? അതല്ലടോ എനിക്കുള്ളത്. പൈസ കൊടുത്ത് കമന്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ശരി, ബാക്കി പറ. എന്റെ കൂടെ അതായത് എനിക്ക് നിങ്ങൾക്കെതിരെയൊക്കെയുള്ള വീഡിയോ എനിക്ക് 1.5 ലക്ഷം ഹൈപ്പ് ആയിരിക്കും. ഇതിൽ താങ്ക് യു. ഒരിക്കൽ താങ്ക് യു മതി, മനസ്സിലായി. ഞാൻ അത്രയും എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും വീഡിയോ കഴിഞ്ഞ വീട്ടിൽ 1.5 ലക്ഷം ഹൈപ്പ്. ഇതാകുമ്പോ എന്റെ പേര് വെക്കുമ്പോ വീണ്ടും എന്റെ ഉടപ്പുറങ്ങളൊക്കെ വ്യൂസ് കിട്ടുന്നു. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മൾ ഇനി ഒന്നും കൊള്ളാത്തവളെന്ന് പറയില്ലല്ലോ. നിന്റെ വീഡിയോ ഇട്ടിട്ട് ആരും മൈൻഡ് ചെയ്യില്ലെന്ന് പറയില്ലല്ലോ. ഉണ്ടായോ ഉടപ്പുന്നൊക്കെ 4 പൈസ കിട്ടിയല്ലോ. എന്നെ കുറച്ച് തെറി പറഞ്ഞിട്ടാണെങ്കിലും കുറച്ച് പൈസ കിട്ടിയില്ല. അത് വാങ്ങിച്ചിട്ടല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത്ര അറിഞ്ഞാൽ മതി. എന്റെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു, എന്റെ പ്രേക്ഷകർ എന്നെ വിളിച്ചു. ഒരുപാട് കമന്റ് ഓഫ് ആക്കി വെക്കണം എന്ന് തന്നെ പറഞ്ഞു. കമന്റ് ഓഫ് ആക്കി വെക്കണേ? ഏത് പ്രേക്ഷകര്? അത് നിന്റെ PR-കളായിരിക്കും കമന്റ് ഓഫാക്കി വെക്കണമെന്ന്. അയ്യോ, ഇതുപോലെ കള്ളത്തരം പറയുന്ന, നട്ടാക്കുറിക്കാത്ത കള്ളം പറയുന്ന സ്ത്രീയെ നാണമുണ്ടോ നിനക്ക്? കമന്റ് ഓഫാക്കി വെക്കണോന്ന് പറഞ്ഞത് ഏതോ ഒരുത്തൻ വിളിച്ചിട്ട് ആ ഒരു വോയിസും കേക്കട്ടെ. എങ്കിൽ ഒരു 10,000 ഞാൻ അങ്ങോട്ട് തരാം. ഈ കമന്റ് ഓഫാക്കി വെച്ചിട്ട് നിന്റെ തോന്നിയാസം വിളിച്ച് പറയണ, നമുക്ക് തിരിച്ചൊന്ന് പറയാൻ പറ്റാതെ കമന്റ് ഓഫാക്കി വെച്ചിരിക്കണമെന്ന് പറയണ ഒരു 10,000 കമന്റ് എന്റെ കമന്റ് ബോക്സിൽ കിടപ്പുണ്ട്. ഇപ്പൊ എന്ത് ചെയ്ത് എനിക്ക് പുറകെ ഈ നുണച്ചു പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ്, കിടിലം വീഡിയോസ് വരുന്നപ്പോ ഇവിടെ കുരു പൊട്ടി. കൂടെ നിൽക്കാൻ ആരുമില്ല. സത്യത്തിന്റെ കൂടെ ആൾക്കാർ നിൽക്കത്തുള്ളൂ. കള്ളം പടച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും കൂടെ നിൽക്കത്തില്ല. രേവളി ചേച്ചി കൂടെ നിൽക്കത്തില്ല. മനസ്സിലായോ? ബാക്കി ഇമ്മാതിരിയുള്ള വൃത്തികേടുകൾ കമന്റ് ബോക്സിൽ വന്ന് ഇട്ട് കമന്റ് ബോക്സ് മിസ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണണ്ട ചേച്ചി. കമന്റ് ബോക്സ് നിനക്ക് കാണണ്ട പറയാ. അപരാധങ്ങൾ വിളിച്ചു പറയുകയും പച്ചക്കള്ളം പടച്ചു വിടുകയും ചെയ്ത് കഴിഞ്ഞാൽ തെറി വിളികൾ കിട്ടും. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. അത് ചങ്കൂറ്റത്തോടെ നേരിടണം. മനസ്സിലായോ? അല്ലാതെ പേടിച്ചു തൂറി വന്ന് വല്ലവന്റെയും PR പൈസ വാങ്ങി നണങ്ങിക്കൊണ്ട് ആ വല്ലവരെയും ഡീഗ്രേഡ്. നീ എന്റെ പറഞ്ഞ് നീ ഡീഗ്രേഡ് ചെയ്തിട്ടില്ലേ? റോബിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത ആരാണ്? നീ തന്നെയല്ലേ. ഇപ്പോ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്ത ആരാണ്? കൊടുത്തോണ്ടിരിക്കുന്ന ആരാണ്? നീ തന്നെയാണ്. അനുമോളെ ഇത്രയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് നീ തന്നെയാണ്. കഴിഞ്ഞ വട്ടം അഖിൽ മാരാറേയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്ത നീ തന്നെയാണ്. ഈ പറയുന്ന അതിനകത്ത് ഏറ്റവും വലിയ ടോക്സിക് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ നിന്ന് പൈസ വാങ്ങിച്ച് അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന കള്ളങ്ങളെല്ലാം പടച്ചു വിട്ടിട്ട് മറ്റുള്ള വളരെ മാന്യമായിട്ട് കളിക്കുന്നവരെ ഡീഗ്രേഡ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് നീ തന്നെയാണ്. ഇപ്പോൾ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നീയല്ലേ? നീ തന്നെയാണ്. ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കുന്നത്. അതെ എന്റെ പൊന്നു മക്കളെ, എന്റെ കൂടെ നിന്ന് എനിക്ക് താങ്ക് യു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറെ കാര്യങ്ങൾ അറിഞ്ഞ് അത് പറയാൻ പോകണം. വളരെ സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കേട്ടോ. കറക്റ്റ് ആണ്. ഈ സീസണിൽ കൃത്യമായിട്ട് PR-നെ എക്സ്പോസ് ഇട്ട് രേവളി എന്ന് പറയുന്ന PR-നെ കൃത്യമായിട്ട് എക്സ്പോസ് ഇട്ട് എല്ലാവരും പറയുന്നുണ്ട് താങ്കൾ ആരുടെ PR-ന് കൃത്യമായിട്ട്. എന്റെ വാഗോണ്ട് ഞാൻ അത് പറയുന്നില്ല. ആരൊക്കെയാണ് ഞാൻ പറയാം, പേര് പറഞ്ഞുതരാം. അക്ബർ, ആര്യൻ, ഇവരുടെ PR-ആണ് താങ്കൾ. ഇതാണ് മെയിൻ PR. പിന്നെ നെവിനെ മുമ്പേ വിളിച്ചു, പിന്നെ പറഞ്ഞു കൊടുത്തു മോനെ ഇങ്ങനെയൊക്കെ കളിക്കണം കേട്ടോ.
ഞാൻ ഇങ്ങനെ ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞു വിട്ടുകൊടുത്തു. പക്ഷെ അതിനൊന്നും ആൻസർ ഇല്ല. പോട്ട് ബാക്കി. പൈസ കൊടുത്ത് വോട്ട് ചെയ്യുന്നുണ്ട്. ആ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ജയിക്കുന്നത്? കേട്ട് എന്നിട്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യമാണ്. പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കണമെന്ന് അത് എന്റെ വിഷയമല്ല. അത് പൈസ കൊടുത്ത് ആരെങ്കിലും വോട്ട് ചെയ്യിപ്പിക്കുന്നത് എന്റെ വിഷയമല്ല. അതെന്തിന് ഇതിന്റെ ഇടയിൽ പറഞ്ഞ് അറിഞ്ഞൂടാ. എന്നെ കുറ്റം പറയാൻ വേണ്ടി വന്നത്. ഇനി ബാക്കി കേൾക്കാം. ചിലപ്പോ എന്നെ പിന്നെ തന്നെ പറഞ്ഞാണെങ്കിലോ. ഈ കേസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ തന്നെ രാജപ്പൻ വിറച്ച്, രാജപ്പന്റെ കൂടെ കുറച്ച് പേരും കൂടെ വിറച്ച്. നിങ്ങൾക്ക് കറക്റ്റ് വരെ കണ്ടുപിടിക്കും. ഇപ്പൊ വിറച്ചത് താങ്കളാണ്. കേസ് കൊടുക്കുമ്പോൾ ഞാൻ വിറച്ച് രാജചായപ്പനോട് വിറച്ച്. അതായത് ഇവർക്കെതിരെ വീഡിയോ ഇട്ടവര് വിറച്ചു. നാണമല്ലോ ശ്രീയെ? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ നിനക്ക്? ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഈ പച്ചക്കള്ളം വീണ്ടും 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 വന്നിരുന്ന് പറയണ്. ഞാൻ എന്റെ മോളെ കൊണ്ടാണ് ആണയിട്ടത്, എനിക്ക് കേസ് വന്നിട്ടില്ലെന്ന്. നീ ആണയിട്ടീ, നീ അതും ചെയ്യും. താങ്കൾ അതും ചെയ്യും. സ്വന്തം മക്കളെ കൊണ്ടുവരെ ആണയിട്ട് കള്ളത്തരം വിളിച്ചു പറയും. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ പേരിൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരൊറ്റ കേസ് പോലും വന്നിട്ടില്ല. മനസ്സിലായോ? എന്നെ ഭീഷണിപ്പെടുത്തി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തീട്ടം കേസിനല്ല. മനസ്സിലായോ? ഈ ബാലഭാസ്കറിന്റെ കേസിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോ എനിക്ക് വധഭീഷണി വരെ വന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടുന്ന നിലവിൽ ഞാൻ ഇന്ന് പറഞ്ഞു ഇനി വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്റെ പഴയ ഇമെയിൽ ഐ ഡി ഒക്കെ എടുത്തു. ഇനി അതിലാട്ട് അവർ അയച്ചു വന്നു. അതിലും ഇല്ല. ഇതുവരെ കേട്ട് എനിക്കൊരു കേസ് വീണ്ടും വീണ്ടും വന്ന് പച്ചക്കള്ളം വിളിച്ചു പറയാൻ നാണയില്ലേ? ഹേ നോണച്ചി പാറു, നാണയില്ലേ നിനക്ക്? വീണ്ടും വീണ്ടും ഈ പച്ചക്കള്ളം വന്ന് വിളിച്ച് ഈ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി നാണവും ഉളുപ്പും ഉണ്ടോ നിനക്ക്? എന്തെന്നറിയാമോ, ഈ എനിക്കെതിരെ ഈ സമയത്ത്, അതായത് ഒരു 2-3 മണിക്കൂർ മുന്നേ വീഡിയോ ഇട്ട ആൾക്കാർ എല്ലാവർക്കും കേസ് പോയ കുറെ വീഡിയോ ഇട്ട് തികഞ്ഞ് ആ ചൊറിച്ചിലാണ് അവർക്കൊക്കെ കേസ് പോയെന്ന്. അതായത് ബിഗ് ബോസ് കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്കെതിരെ വീഡിയോ ഇട്ട് എല്ലാവർക്കും PR ആണ്. അവര് ബിഗ് ബോസ് കേസ് കൊടുത്തിട്ട്. നീ ആര്? ബിഗ് ബോസാ? അല്ല, ബിഗ് ബോസ് കേസ് കൊടുത്ത് നിന്നെ എന്തിനു പറയണത്? എനിക്ക് മനസ്സിലാവില്ല. നീയാണ് ബിഗ് ബോസ്? ലേഡി ബിഗ് ബോസ്? അല്ല, എനിക്ക് മനസ്സിലായി, ലോജിക്ക് മനസ്സിലായി. ബിഗ് ബോസ് നമുക്കെതിരെ കേസ് തന്നുകൊണ്ട് ഇവൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടുന്നു. അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവില്ല. എന്തിനാണ് നിനക്കെതിരെ വീഡിയോ? ഒരു മാങ്ങയും നടന്നിട്ടില്ല. ഒരു മാങ്ങയും നടന്നിട്ടില്ല. നീ അവിടെ പ്രഷറൈസ് ചെയ്തോണ്ടിരുന്നോ? മനസ്സിലായോ? ഒരു മാങ്ങയും നിലവിൽ, വീണ്ടും വീണ്ടും പറയുന്നു, നിലവിൽ ഈ പറയുന്ന ആരൊക്കെ വീഡിയോ, ഞാൻ ഒരു 4-5 വീഡിയോ കണ്ട്, നല്ല രീതിയിൽ അണ്ണാക്കി കൊടുക്കുന്ന 4-5 വീഡിയോയിൽ കണ്ടു. അതൊക്കെ ഞാൻ വരുന്നുണ്ട്. അതൊക്കെ അടുത്തടുത്ത് ഇത് തികയത്തില്ല. എന്തിനാ ശ്രീയ ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങൾ ആരെയും ഇങ്ങനെ പറ്റിക്കുന്നത്? ചുമ്മാതാണ്. ഇതുപോലുള്ള നട്ടാക്കുരിക്കാത്ത കള്ളം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുന്നത്. ചുണയില്ല, ചങ്കുറപ്പില്ല, നട്ടലിനുറപ്പില്ല. നുണയും അപരാധങ്ങളും വിളിച്ചു പറയുക എന്നത് മാത്രമാണ് നിങ്ങളുടെ പണി. വല്ലവരെയും ക്യാഷ് വാങ്ങിക്കൊണ്ട് വല്ലവരെയും എന്ത് ചെയ്തു? ഡീഗ്രേഡ് ചെയ്യുക, അനാവശ്യമായി സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുക, ക്യാഷ് വാങ്ങിക്കൊണ്ട്. ഇതാണ് ഈ സീസണിലുള്ള സീസൺ 4 തൊട്ട് നമ്പർ 1 PR താങ്കളാണ്. ഈ പറയുന്ന രേവളിയാണ്. മനസ്സിലായോ? ഉളുപ്പ്, ചെറിയ ഉളുപ്പ്. ഈ കിടന്ന ഞാനൊക്കെ താങ്കൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയണ ഞാൻ പ്രൂഫ് വെച്ചിട്ടാ. ഇതിനെന്ത് പ്രൂഫായിരിക്കുന്നത്? എന്തിനാ ഈ കള്ളം? കള്ളി, എന്റെ അമ്മോ, എന്തോ കള്ളി. എന്റെ ദേഹം തന്നെ വിറയ്ക്കുന്നു. ഇത് എന്ത് കള്ളത്തനാണ് ഈ വിളിച്ചു പറയണേന്ന്. അയ്യോ, സത്യം പറയാല്ല രേവളി ചേച്ചി, ചേച്ചിയുടെ പേര് ഒരു വ്യൂ എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ എന്റെ പേര് പറഞ്ഞ കുറച്ച് വ്യൂ കിട്ടാൻ രാവിലെ ദിവസം എനിക്ക് 1,50,000 ഹൈപ്പ്, ഇത്ര ലൈക്ക്, ഇത്ര വ്യൂ. അതുകൊണ്ടല്ലേ വീണ്ടും എന്റെ ഒന്ന് ചാളിട്ടത്. എന്ത് അണ്ണാക്കി പിരിവെട്ടിപ്പോയാ? ഇതിന് ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ടോ? ആണോ? താങ്കളുടെ കേൾക്കാൻ ആരും ഇല്ലെന്ന്. ഞങ്ങളുടെ പേരിട്ടാൽ ആരും ഇല്ല. എന്താണ് ഒത്ത് കുറ്റം കേൾക്കാണെങ്കിൽ ആരും ഇത് ആരും ഇല്ല. തൊഴയൊന്നും വേണ്ട. ഇതുപോലുള്ള സഹായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തുതരാം. ഈ വ്യൂസ് കുറവാണെന്ന് തോന്നുമ്പോ ഇങ്ങോട്ടും ചൊറിഞ്ഞാൽ മതി, ഞാൻ നല്ല രീതിയിൽ മാറ്റി തരാം. കമന്റ് ബോക്സ് ഇനി ഓഫ് ആയിരിക്കൂടെ? ചൊടയില്ല. നാണക്കേട്. അയ്യേ. ഇത്രയ്ക്ക് ചൊടയില്ലോ? കള്ളം വിളിച്ച് പറഞ്ഞിട്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കിണോ? വല്ലവരെയും പറഞ്ഞിട്ട് കമന്റ് ബോക്സ് ഓഫ് ആക്കി തന്നെ ഇടണമെന്ന്. നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? എന്റെ ഉടപ്പുറത്തോടെ ഉളുപ്പുണ്ടോ നിനക്ക്? പൈസ കൊടുത്ത് 150 രൂപ ഒരാൾക്കല്ലേ വോട്ട് ചെയ്യാൻ? 150 രൂപ ഒരാൾക്ക് ഞാൻ വോട്ട് ചെയ്യാൻ കൊടുത്തു. അല്ലെ, ഞാൻ എന്തിനേ വോട്ട് ചെയ്യാൻ കൊടുക്കുന്നത്?
എന്റെ കുഞ്ഞമ്മേനെ മോളാ ഈ പറയുന്ന അനിമോള്. ഞാൻ എന്തിനെ വോട്ട് ചെയ്യാൻ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ലോജിക്ക് ശരി. നിങ്ങൾ പറയുന്നത് ഞാൻ പൈസ വാങ്ങിച്ചെന്ന് അവർക്ക് പിയർ. ഞാൻ മറ്റൊരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനു പൈസ കൊടുക്കുന്നത്? എന്തിനു നുണയാ നിങ്ങൾ പറയുന്ന? ഈ നുണ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലും നുണ പറ. വിശ്വസിക്കുന്ന രീതിയിൽ നീ എന്തൊക്കെ അറിഞ്ഞ ചാടിക്കൊണ്ടുവന്നപ്പോ ഞാൻ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നു. ഇതെവിടെയാണ് ഈ പറയുന്ന കള്ളത്തരം ഉള്ള നുണയും വിളിച്ചു പറയാൻ നീ എന്ത് പ്രൂഫാണ് കാണിക്കുന്നത്? 150 രൂപ വെച്ച് ഞാൻ കൊടുത്തെന്നാണോ പറയുന്നത്? അതോ മറ്റാരെങ്കിലോ? ഇങ്ങനെയൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. സത്യമായിരിക്കും. താങ്കൾ അറിഞ്ഞ ഞാൻ സത്യം ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞത്. സത്യം ഇല്ലാത്ത കേസ് എന്തിനാണ് പറയണത്? 150 ഞാൻ കൊടുത്തെന്നാണോ പറയണത്? പൈസ കൊടുത്ത് വോട്ടിംഗ് വരെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ബിഗ് ബോസിന് എന്ത് കഷ്ടം നോക്കി ഇത്ര നല്ലൊരു പരിപാടി പൈസ ഉള്ള ആൾക്ക് ആ നല്ലത് ചെയ്താൽ നല്ലത്, പൈസ ഇല്ലാത്ത ആൾ നല്ലത് ചെയ്താൽ മോശം ചെയ്താൽ മോശം. എന്ത് ഈ രാജപ്പെന്ന് പറയാം കേട്ടാ. എന്നത് രായെണ്ണ, എവിടത്തെ രായെണ്ണ? രാജപ്പൻ. പിന്നെ ഉടപ്പറന്നോളി ഏത് വകയിലാണോ? ഞാൻ രായപ്പനെന്നോ രായണ്ണൻ എന്റെ ഉടപ്പുറന്നോളം ഞാൻ ഉടപ്പുറന്നോളം എന്നെ വിളിക്കും. അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ വിളിക്കും. ഉടപ്പുറന്നോളം എന്നെ വിളിക്കും. വിളിക്കാതെ വേറെ പല പേരുകളാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പിന്നീട് പറ്റുന്നില്ല. ഇതിപ്പം രാമായണം പോലെ പറയാൻ വേണ്ടി ഇപ്പൊ തന്നെ 16 മിനിറ്റ് ആയി. എന്റെ കർത്താവ്, നാട്ടുകാർക്കൊക്കെ കള്ളം പറയുന്ന കള്ളിയെന്ന്, ഞാൻ കള്ളിയെന്ന്. അപ്പൊ 100%, 101%, 201%, 1000% കള്ളിയാണ്. ലോക കള്ളിയാണ്. കള്ളിപ്പാറുമാണ്. കള്ളിയുടെ ഉസ്താദാണ്. നുണയുടെ ഉസ്താദാണ്. ഈ പറയുന്ന PR-കളുടെ മഹാറാണിയാണ്. നാക്കെടുത്ത കള്ളമല്ലാതെ പറയില്ല. ഇപ്പം ഇതുവരെ പറഞ്ഞത് മൊത്തം 101% കല്ല് വെച്ച നുണയാണ്. ലോക നുണച്ചയാണ് നീ. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ നീ ഇത്ര നേരം പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് തെളിയിക്ക്. ഞാൻ 150 രൂപ കൊടുത്ത് പിന്നീട് വോട്ടിട്ടു. പിന്നെന്താ പറഞ്ഞത്? എനിക്ക് കേസ് വന്നു. അങ്ങനെയെങ്കിലും അത് തെളിയിക്ക്. മനസ്സിലായോ? ഞാൻ കള്ളം പറഞ്ഞ ഒരു സാധനം പറഞ്ഞു. താങ്കൾ കള്ളം പറഞ്ഞ ചൂണ്ടിക്കാണിച്ച് മനസ്സിലായില്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് ആദില അനിമോളുടെ അടുത്ത് ബോൾ എടുത്തിട്ടത് ആദില കണ്ടിട്ട് ലാലേട്ടൻ എന്ത് ലാലേട്ടൻ ചോദിച്ച കുഴപ്പം എന്ത്? അതെന്ത് പ്രശ്നം? അതൊന്നും നമുക്ക് വെളിയിൽ PR ഉണ്ടല്ലോ, ആ നെഗറ്റീവ് ഒക്കെ നമുക്ക് അങ്ങ് റെഡിയാക്കാം എന്ന് അനിമോള് ആദിലെ എടുത്ത് പറഞ്ഞു എന്നാണ് കള്ളി നുണച്ചി നീ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെയാണ് നുണച്ചി നീ പറഞ്ഞത്. പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ അത് ചെയ്ത തെറ്റാണ്. ലാലേട്ടൻ വന്ന് വഴക്കു പറയും എന്നാണ് അനിമോള് പറഞ്ഞത്. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ആ കല്ല് വെച്ച നുണയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും പട വീഡിയോ ഇടുന്നല്ലോ. ഇതിനൊരു ആൻസർ പറ. ഈ ഞാൻ പറഞ്ഞതിന് ആൻസർ പറ. കള്ളി പറ. നീ നുണച്ചി അല്ലെങ്കിൽ പറ. നീ കള്ളം പറഞ്ഞതല്ലെങ്കിൽ പറ. പറയത്തില്ല. ചങ്കുറപ്പില്ല. കള്ളമാണ്. പച്ച കള്ളമാണ്. പരമാർത്ഥമായ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് 100% ആരെക്കാളും നിനക്കും ഈ പറയുന്ന പ്രേക്ഷകർക്ക് പറയാം. കാരണം ഞാൻ വിത്ത് പ്രൂഫാ കാണിച്ചത്. മനസ്സിലായോ? കള്ളി. കള്ളി. എന്റെ കണ്ണീന്ന് കണ്ണീരെന്ന് എപ്പോഴാണ്? ഏത് സീസണിലാണ് എന്റെ കണ്ണീന്ന് കണ്ണീര് വന്നത്? താങ്കൾ രജിസ്ട്രാറിന് വേണ്ടിയിട്ട് മറ്റേ സിദ്ധാർത്ഥ് ശുക്ല ശുക്ല സാറ് പോയേ എന്ന് പറഞ്ഞ് മോങ്ങിയത് താങ്കൾ തന്നെയാണ്. ഞാൻ ഇതുവരെക്കിട്ട് ഒറ്റ മനുഷ്യത്തിൽ ജീവിതത്തിൽ ഞാൻ വളരെ കുറച്ചേ കരയത്തുള്ളൂ. എല്ലാം ഇങ്ങനെ ഉള്ളിൽ അടക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ വന്നിരുന്നേ കരഞ്ഞങ്ങ്. എവിടെ ഇതൊന്നോണ അടുത്ത കല്ല് എന്റെ വീഡിയോസ് കൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കൊണ്ട് കാണിച്ചാ കേൾപ്പിച്ചാ മതി, ഞാൻ വിശ്വസിക്കാം. ഒരു സീസണിൽ മാത്രമേ കണ്ടു. പിന്നെ രണ്ടാമത്തെ സിദ്ധാർത്ഥ രണ്ടു വട്ടം ക്ഷമിക്കണേ. ഈ 2 പ്രാവശ്യവും ഈ പറയുന്ന രജിത് കുമാർ സീസൺ 3 വരെ ഇവർ വളരെ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. സീസൺ 4 മുതലാണ് PR വാങ്ങിച്ചു തുടങ്ങിയത്. അതിനുശേഷം കണ്ണ് നിറയില്ല. അതിനുശേഷം ഈ പറയുന്ന നുണച്ചിയുടെ കണ്ണ് നിറയാറില്ല. കാരണം ടോക്സിക് ആയിട്ട് അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? കണ്ണ് നിറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു പാവത്തിനോ ആരെങ്കിലും കുറിച്ച് ഈ പറയുന്ന അനാവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് കണ്ണ് നിറയത്തുള്ളൂ. ഇത് നിറയില്ല. കാരണം അവരെ എതിർക്കുന്ന, അവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നവരെ കൂടത്താണ് ഈ പുള്ളി നിൽക്കുന്നത്, ഈ കള്ളി നിൽക്കുന്നത്. പിന്നെ എങ്ങനെ കണ്ണ് നിറയും? അന്ന് നിന്റെ കണ്ണ് നിറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുശേഷം സീസൺ 3 വരെ ഓക്കെ. സീസൺ 4 മുതൽ താങ്കൾ PR ആണ്. ആഴ്ച തോറും കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുന്ന തെളിവ് എന്റെ കയ്യിലുണ്ട്. ചുമ്മാ ഇരിക്കട്ടെ. മനസ്സിലായോ? അതൊക്കെ എന്നിട്ട് വാ.
ഓരോ സീസണിലും ഓരോ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇത് കരയുന്നത് നമ്മളിവിടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏത് കള്ളം പറയാതെ കാര്യം പറയാ. ഏത് രാജാവിന് വേണ്ടി കറി? ഞാൻ റോബിന് വേണ്ടിയിട്ട് വോട്ട് പിന്നീട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ദിൽഷയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എനിക്ക് ഇവനെ ഇഷ്ടമില്ലായിരുന്നു. ചിന്തു എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് വേറെ പലരെയാണ് ഇഷ്ടം. പിന്നെ ആരാ ഉള്ളത്? പിന്നീട് സീസൺ 3 ആണെങ്കിൽ സീസൺ 3 ഞാൻ സായിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. എനിക്ക് സായി ആയിരുന്നു ഇഷ്ടം. സീസൺ 2 രജിത് സാറിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് എന്റെ പോക്ക്. പിന്നെ ഏതാ വിട്ടുപോയത്? പിന്നീട് അഖിൽ മാറാറിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇത് വീഡിയോ ഇട്ടത്. ഞാൻ എവിടെ ഇതിൽ കരഞ്ഞത്? അല്ല, കരഞ്ഞത് എവിടെയാണ്? എന്താണ് വളച്ചൊടിക്കുകയാണെന്ന് പൈസ വരുമ്പോ നക്കി എടുക്കണ നീയാണ്. നക്കി തിന്ന് തുടച്ച് വൃത്തിയാക്കണ നീയാണ്. പൈസയും വാങ്ങിച്ചിട്ട് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യണ നീയാണ്. നക്കിയല്ല, നീ തുടച്ചാണ് എടുക്കുന്നത്. നക്കി തുടച്ചെടുത്ത് മറ്റുള്ളവർക്ക് വീട്ടിലുള്ളവർക്കും കൂടി കൊടുക്കുന്നത് നീയാണ്. കള്ളി, ലോക കള്ളി. പിന്നെ ഡ്രാമ കളിക്കുകയാണ് പോലും. കണ്ട, കള്ളം പറയുമ്പോ ഇവിടെ മോന്ന് വെക്കണം. ധാനവാസിന് ഡ്രാമ മറ്റേ ഇത് പറഞ്ഞപ്പോൾ കമന്റ് ബോക്സ് ഓണാക്കി അപ്പോൾ ഒരു ചിരി. ഇതാണ് കള്ളത്തിന്റെ ലക്ഷണം. ഒരു കള്ളം പറഞ്ഞിട്ട് അടുത്തൊരു ചിരി ചിരിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കിക്കോ, ഇതാണ് കള്ളത്തനം. പറയുന്നത് നട്ടാ കുറിക്കാത്ത, ബാക്കിയൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇതുപോലുള്ള നട്ടാ കുറിക്കാത്ത കള്ളം പറയുമ്പോ ഷാനവാസ് ഡ്രാമ കളിച്ചെന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. അത് ഒരു മാറ്റവുമില്ല. ഷാനവാസ് ഡ്രാമ കളിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ വ്യക്തമായ പ്രൂഫ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം പറ. ചുമ്മാ കിടന്ന് ഇങ്ങനെ നോണ വാരി വിതറാതെ. കമന്റ് ബോക്സ് സൗകര്യമില്ല. പറ്റത്തില്ല. എത്ര കാലം ഓഫാക്കിട്ടെ ബിഗ് ബോസ് കഴിയുമ്പോ ഓണാക്കുമായിരിക്കും. അയ്യയ്യയ്യയ്യ, ഇതുപോലെ നാണം കെട്ട ഒരു സ്ത്രീ, ഇതുപോലെ നട്ടലിന് ഉറപ്പില്ലാത്ത ഒരു സ്ത്രീ, ഇതുപോലെ കള്ളങ്ങൾ പടച്ചുവിടുന്ന ഒരു സ്ത്രീ, ഇതുപോലെ പൈസ വാങ്ങി മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന ഒരു സ്ത്രീ, ഇതുപോലെ ഒരു നാണം കെട്ട ജന്മം ഞാൻ കണ്ടിട്ടില്ലേ. ഒരു ഉളുപ്പില്ലാതെ വീണ്ടും വന്ന് കള്ളം പറയാനുള്ള ഒരു ധൈര്യം വേണം. ഇത്ര തൊലിക്കെട്ടിയ കാണ്ടാമൃഗത്തിന് പോലും കാണില്ല ഇതുമാതിരി തൊലിക്കെട്ടി. എനിക്ക് അതേ പറ്റുള്ളൂ. പിന്നെ കുളിച്ചത്തെ വീട് അത് ഞാൻ പറഞ്ഞു വയ്യ. എങ്ങനെ പറ്റത്തുള്ളൂ? ഇപ്പോഴും അങ്ങനെ തന്നെ പറ്റണത്. കാരണം നട്ടലിന് ഉറപ്പില്ല, തീട്ടത്തിന് ഉറപ്പില്ല നിനക്ക്. നീ ആർക്കൊക്കെ സ്ട്രൈക്ക് കൊടുത്തെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. പിന്നെ സ്ട്രൈക്ക് എന്റെ കാക്കവാത്ത്, പിന്നെ എന്റെ ബാക്കിൽ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. മനസ്സിലായോ? അല്ല, ചിലപ്പോൾ താങ്കൾക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ കേസ് കൊടുക്കാം. കേസ് സ്ത്രീത്വത്തെ മാനിച്ചോ എന്ന് പറഞ്ഞ കേസ് കൊടുത്താലോ. അതുകൊണ്ട് എന്റെ ബാങ്കിൽ നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഞാൻ നിന്നെ പോലെ മന്ദവത്തിയല്ല. നീ എന്റെ ഒരു ഫോട്ടോ തമ്പലൈൻ വെക്കാൻ, ഒരു ഏഷ്യാനെറ്റിന്റെ ഒരു തമ്പ് വെക്കാൻ പേടിയുള്ളവളാണ്. എന്നിട്ടാണ് എന്നെ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. അമ്മ ആരും കഷ്ടപ്പെടാനല്ല. ഞാനൊക്കെ അത് പഠിക്കാതെ നീ എന്തിരിക്കും? ഞാനിങ്ങനെ ഒരു പഠിത്തവും ഇല്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കണമെന്ന് എന്റെ വിചാരം. നമ്മളെ മറ്റേ സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ചവരെന്നാണ് വിചാരം. എല്ലാരും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ഡോക്ടറായെന്ന് പറഞ്ഞിട്ട് കൊമ്പൊന്നുമില്ല. ആയുർവേദ ഡോക്ടറല്ലേ? ആദ്യം ചികിത്സയ്ക്ക് ആളില്ലാത്തോണ്ടല്ലേ ഇത് വന്നിട്ട് ഈ പറയുന്ന അപരാധവും ഈ പറയുന്ന നുണയൊക്കെ പടച്ചു വിടുന്നത്. മാന്യമായിട്ട് സർവീസ് ഉള്ള അല്ലെങ്കിൽ ആൾക്കാർ അറിയുന്ന ഡോക്ടറിനെ അവർ സുഖമായിട്ട് ഇതിന്റെ ഇരട്ടി പൈസ ഉണ്ട്. അപ്പൊ ആർക്കും അറിഞ്ഞോളെ എവിടെ ആരെ പൈസ കൊടുത്ത് എന്തിനാ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച്. ഇത്രയേ ഉള്ളൂ. ഡോക്ടേഴ്സും ഏത് ജോലിയും കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരും കിട്ടുന്നത്. മനസ്സിലായോ? ഡോക്ടർ എന്തിനാ ബാലികയുടെ മലയ ഈ ആയുർവേദ ഡോക്ടർ പഠിക്കണം. ഞാൻ ഡിഗ്രിയുടെ അന്തസ്സായിട്ട് ഫസ്റ്റ് ക്ലാസ് ജയിച്ച് മാർക്ക് വാങ്ങിച്ച് ജയിച്ചവനാണ് ഞാൻ. എനിക്ക് ആ പഠിത്തമൊക്കെ മതി. പിന്നെ വിയർപ്പൊടി ഒഴുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, വിയർപ്പൊഴുക്കുന്ന കാര്യം ഞാന് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 2 തൊട്ട് സീസൺ 6 വരെ രാവിലെ ജോലിക്ക് പോയി വെയിലത്ത് പോയി പണിയെടുത്തിട്ട് രാത്രി വന്ന് റിവ്യൂ ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ്. അതുകൊണ്ട് വിയർക്കാത്ത ആരാണെന്ന് കണ്ടാ അറിയാം. ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ, മനസ്സിലായി. തിന്നു കൊഴുത്ത് വല്ലവന്റെയും പൈസ വാങ്ങിച്ച് മുക്കുമുട്ടം തിന്ന് കള്ളത്തരം പടച്ചു കൊണ്ടായിരുന്നു
കണ്ടാൽ അറിയാം ആരാണ് വേർക്കുന്നതെന്ന് കണ്ടാൽ അറിയാം. മനസ്സിലായോ? അത് പറഞ്ഞ സർട്ടിഫിക്കറ്റ് എന്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതായത് ഞാനിത് സർട്ടിഫിക്കറ്റിന്റെ കേസ് ഞാനിന്ന് ഇത് ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചേടെ വേറെ ആരെങ്കിലും വീഡിയോയിൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചത് ഞാൻ ചോദിച്ചു. എനിക്ക് എന്റെ ഓർമ്മയിൽ സർട്ടിഫിക്കറ്റ് കേസ് ഞാൻ പറഞ്ഞിട്ടില്ല. ചിലപ്പോ എനിക്ക് ഞാൻ ഒന്നും തർക്കിക്കുന്നില്ല. എന്തോ പറഞ്ഞോ എന്തോ അതൊന്നും കൂടി ഞാൻ നോക്കട്ടെ. തന്നെയല്ലേ? എന്ത് 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 കോപ്പില് കേസ് കൊടുക്കും? എന്ത് കോപ്പില് കേസ് കൊടുക്കും? വേണ്ട, ഇതാണ് ഇതിന് 50, 30 ലക്ഷം താൻ തിരിച്ചു പറയില്ലെന്ന്. ഇതാണ് സംഭവം. പൈസയും വാങ്ങിച്ചിട്ട് തിരിച്ചു പറയുന്നു. സമ്മതിച്ചേ? ഇതാണ് അത്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏതറ്റം വരെ അതായത് ഞാൻ പറയില്ലെന്ന് ചോദിച്ചത്. ഒരാൾ ചോദിക്കണം നീ 10 ലക്ഷം 20 ലക്ഷം നിനക്ക് തന്നാൽ നീ തിരിച്ചു പറയില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ അവൻ പറയും. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിവിനെ വിളിച്ച ഓർമ്മയുണ്ട്. നിവിനെ വിളിച്ചില്ലെന്ന് അത് പറ. നിവിനെ നീ വിളിച്ചില്ലേ? വിളിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രൂഫ് ഞാൻ കൂടെ കൊണ്ടുവരും കേട്ടോ. ആരെയുടെ ഈ അടിച്ചവനെ ന്യായീകരിച്ചെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ആരെയാണ്? ഇനി റിയാസ് സലീമിന്റെ കേസാണ്. ഞാൻ ഇന്നും അതിനെ പറഞ്ഞു അവനെ 2 എണ്ണം കിട്ടാനുള്ളായിരുന്നു. ഇപ്പൊ ഈ നെവിൻ കാണിച്ചില്ലേ അതുപോലെ 2 എണ്ണം. ഞാനന്ന് ഡോക്ടർ റോബിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇന്നും ആ ഒരു വിഷയത്തിൽ. ഇതാണ് അതിന് റോക്കിയുടെ കേസാണ്. റോക്കിയെ ഞാൻ തള്ളക്കി വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ല ഇതാണ് ഈ അപ്പോഴാരെ സപ്പോർട്ട് ഈ പറയുന്ന ടോക്സിക് ആയി. ഇപ്പൊ നെവിനില്ലേ അതേ കാറ്റഗറിയാണ് മറ്റവൻ. അവന് സപ്പോർട്ട് ചെയ്ത കക്ഷിയാണ്. ഇപ്പൊ മനസ്സിലായ 10, 24, 10, 2, 10 15 ലക്ഷം അല്ലേ അത് വാങ്ങിച്ചിട്ട് PR ചെയ്യാണ്. അതുകൊണ്ടാണ് തിരുത്തി പറയുന്നത്. സമ്മതിച്ചു കഴിഞ്ഞു, തീർന്നു. അടി കൊണ്ടത് റിയാസിന്റെ കേസാണെങ്കിൽ അടി കൊണ്ടത് റിയാസിന്റെ കേസ് ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. റിയാസിന് തന്നെ അടി കൊണ്ട് അവനെ 1 അല്ല 2 എണ്ണം ഇളുത്ത് ഇട്ട് കൊടുക്കാറ് നല്ല രീതിയിൽ കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു. ഞാൻ നിൽക്കണ എന്റെ നിലപാടിൽ ഉറച്ച് അന്നും ഇന്നും കേട്ടോ. ഇതാണ് ഇവിടെ നടക്കുന്നത്. പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണോ പറയാമെന്ന് രേവളി സമ്മതിച്ചു. പൈസ ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈസ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞു പരത്തുക കള്ളങ്ങള്. സമ്മതിച്ചേ? പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ രേവളി ചേച്ചി പറയുന്ന നൊണയുടെ രാജകുമാരി നീയാണ് പണം വാങ്ങിയിട്ട് ഇപ്പോഴും നിരന്തരം എന്ത് ചെയ്യുന്നു ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് ആക്ടിംഗ് ആണ് ചെയ്തതെന്ന് നീയാണ് പറഞ്ഞത്. രേവളി വളി ബെസ്റ്റ് ചീട്ടൊക്കെ കീറിയത് നീ. ആര് എന്റെ ചീട്ട് കീറ? പേപ്പർ കീറിയെന്ന് പറ. എന്റെ ചീട്ട് കീറ നീ 1-2 ജന്മം കൂടി ജനിക്കണം. ഓണച്ചി ഞാൻ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. എന്നാ നീ പറഞ്ഞ കേട്ടോ മര്യാദക്കാനേ. നീ പറഞ്ഞ കേട്ട മര്യാദ ഇതെല്ലാം ഇതിന്റെ അപ്പുറം തീർന്നില്ല. ഞാൻ നിർത്തൂല. നീ തമ്പ്ലൈന്റെ കേസ് പറഞ്ഞു. നിന്റെ തമ്പ്ലൈൻ നീ ഇട്ട തമ്പ്ലൈൻ ഒന്ന് ഞാൻ പണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. പലർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ നോക്കിയിട്ട് കണ്ടില്ല. എന്റെ പഴയ ഫോണിൽ നോക്കണം. ആ സമയത്ത് തമ്പ്ലൈനിൽ നീ പറഞ്ഞല്ലോ അത് ഞാൻ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. താങ്കൾ പലയിടത്തും പറഞ്ഞ വാക്കുകളും ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനല്ല പലവരും. എനിക്കറിയാം ഈ ഒരു സ്വഭാവം വെച്ച് എന്നെങ്കിലും നമ്മുടെ കുതിരയെ കയറാൻ വേണ്ടി വരും. എടുത്തു വെച്ചിട്ടുണ്ട്. തരാം. ഇത് നിർത്താനൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ വരും, വന്നുകൊണ്ടിരിക്കും. ഓരോന്ന് തന്നെ കമന്റ് ബോക്സ് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യട്ടോ. എവിടെ ഉത്തരം പറഞ്ഞു? നാളെ ഉണ്ട് വീണ്ടും നാളെ പറഞ്ഞ ഏതൊരു ഉത്തരം പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ ഉത്തരം കൊണ്ടുവാ. നീ കള്ളമല്ലേ പറഞ്ഞത്? കൊണ്ടുവാ. അനുമോളുടെ കേസ് നീ കള്ളമല്ലേ പറഞ്ഞത്? കൊണ്ടുവാ. ഷാനവാസിന്റെ കേസ് നീ കള്ളമല്ലേ പറഞ്ഞത്? കമന്റ് ബോക്സിലുണ്ട്. നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറയണ്ട. അത് തന്നെ കള്ളൻ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. ബാക്കി ജനങ്ങളാണ് കൂടെ നിന്ന് കള്ളനെ ഇടിക്കാൻ വേണ്ടിയിട്ട്. നുണ പറയുന്നവർ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. മനസ്സിലായോ? ഈ പറയുന്ന മോഷ്ടിക്കുന്നവർ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. പിടിച്ചു പറിക്കുന്നവർ മുഖ്യമാരും ഒറ്റയ്ക്ക് തന്നെയായിരിക്കും. അപ്പൊ ബാക്കിയുള്ളവർ പാവപ്പെട്ടവർ അവരെ അടിക്കാൻ വേണ്ടി കൂടെ നിൽക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. താങ്കൾ കള്ളിയാണ്, നുണച്ചിയാണ്,
ഈ പറയുന്ന അധ്യാപകയാണ്, ഇതൊക്കെയാണ്. ഓ 30 മിനിറ്റ് ആയി. അതിന്റെ തെളിവാണ് ഈ കാണുന്നത്. ബിആറുകളെ പിടിക്കാൻ പറ്റാവുന്ന എല്ലാം ബിആറുകളാണ്. ഇനി ഞാൻ കേൾക്കുന്നില്ല കുറച്ചു ഭാഗത്ത് ആരൊക്കെ അവളെ ലേബലെ ചേച്ചിക്ക് ആരിട്ടറയില്ലേ നമ്മളെ നിങ്ങളെ PR ആക്കുക എന്നുള്ളതാണ്. ചെയ്യോ എനിക്ക് വയ്യ, നുണച്ചെന്ന് വിളിച്ച് എനിക്ക് വയ്യ. അത്രമേൽ നുണച്ചിയാണ് ഈ പറയുന്നതെല്ലാം. ഇത്രയും നേരം പറഞ്ഞതില് എന്റെ പൊന്നു പ്രേക്ഷകര്, ഇത്രയും നേരം ഇവളെ ഈ പറഞ്ഞതിൽ ഒരു സാധനമെങ്കിലും സത്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇമാതിരി കള്ളോ നോക്കണം. ഒരു സാധനം ഞാൻ 150 രൂപ വാങ്ങിച്ച് ഞാൻ ഓട്ടിടാൻ പോയി എന്ത് ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെന്താ എന്തൊക്കെ പറഞ്ഞത്, പറഞ്ഞത് മൊത്തം ഞാൻ ആരൊക്കെ വേണ്ടി മോങ്ങിയെന്ന്. ഒരു കാര്യം സത്യമാണ് ഇതിനകത്ത് പറഞ്ഞതില്, റിയാസ് സലീമിനെ അടി കിട്ടി നല്ലത് തന്നെ, അത് ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നു. ബാക്കി പറഞ്ഞത് എന്റെ പൊന്ന് നിങ്ങൾ വേണമെങ്കിൽ, എനിക്ക് ഇതുവരെക്കായിട്ട് ഒരു കേസും വന്നിട്ടില്ല. പിന്നെ എവൾക്കെതിരെ വീഡിയോ ഇടുന്നത് അതൊക്കെ അവരുടെ ലോജിക്കാണ്. നീ പറയുന്നത് കള്ളമാണോ? ഇനിയും വരുമായിരിക്കും, ഇനിയും ഇഷ്ടമാറി വരും. കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ഉടായ്പകൾ കാണിച്ചു കഴിഞ്ഞാൽ എതിരായിട്ട് വീഡിയോസ് ഇടും. താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരെയും കാണുന്നില്ലല്ലോ. കാണുന്നുണ്ടോ? അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമന്റ് ബോക്സ് വരെ ഇപ്പൊ പ്രേക്ഷകർക്ക് പറയാൻ പറ്റുന്നില്ല. കമന്റ് ഇതിന്റെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ കമന്റ് ഓണാക്കി വെയ്. ഞാൻ പറഞ്ഞതിനൊക്കെ ഞാൻ ആദ്യം ചോദിച്ചതിന് ആൻസർ ഞാൻ കള്ളമാണ് പറഞ്ഞതെന്ന് പറ. അല്ലെങ്കിലേ ഞാൻ വീണ്ടും ആ വീഡിയോ പ്രൂഫ് വീണ്ടും എടുത്തിട്ടില്ല. എന്തിനാ കണ്ണട ചിരിട്ടാക്കുന്നത്? കള്ളി ലോക കള്ളി, ഭൂലോക കള്ളി.